ബുള്ളറ്റിനോടുള്ള പാഷനായിട്ട് വരുന്നവരോട് ഞാൻ ചോദിക്കും വണ്ടി ഏതെടുക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് ഡേറ്റ് ഓഫ് ബർത്തിൽ ഇയർ പറയും. ഷെഫ് ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഷെഫിൻ്റെ പ്രായമുള്ള ഒരു ബുള്ളറ്റ് ആ സെയിം ഏജിലുള്ള ഒരു വണ്ടിയും കൊണ്ട് പോകുന്ന ഒരു ഫീൽ അതാണ്. ഒരു പക്ഷേ ഞാൻ ജനിച്ച ദിവസം ജനിച്ചത് തന്നെ കാണും, കിട്ടും തീർച്ചയായിട്ടും. കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണേലും ആദ്യം വന്ന് ചോദിക്കുന്ന പഴയ വണ്ടി ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ആ വണ്ടി ഇന്ന് സെക്കൻഡ് ഹാൻഡ് ഇത്രയും വർഷം ഉപയോഗിച്ചിട്ടും അത് സെക്കൻഡ് ഹാൻഡ് കൊടുക്കുന്ന 2 ലക്ഷം പറഞ്ഞാലും ആൾക്കാർ അത് കുട്ടികളുണ്ട്. ഏറ്റവും കൂടുതൽ അപ്പൻ്റെ ബുള്ളറ്റ് പണിത് പഴയ വണ്ടികൾ 82 90 ഒക്കെ വണ്ടികൾ പണിയിപ്പിച്ചത് പെൺപിള്ളേരാണ്. പിന്നെ ഇതൊരു പഴയ വണ്ടിയാണ്, അവരുദ്ദേശിക്കുന്ന രീതി ഷാർട്ടാകില്ലായിരിക്കും. പക്ഷെ അച്ഛനോടുള്ള ആ ഒരു പരിഗണന കൊടുത്ത് അതിനെത്ര ലക്ഷങ്ങൾ മുടക്കി പണിത് വീട്ടിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളത് ചെയ്യുന്നുണ്ട്. ഓടിച്ചില്ലേലും അവിടെ കയറ്റി വെക്കുക, ഇനി എനിക്ക് ഉപയോഗിക്കാൻ മേലേലും മക്കൾക്ക് പോലും കൊടുക്കാതെ അപ്പന്മാരുണ്ട്. നമ്മളവിടെ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന 2 വീലർ സ്കൂട്ടറും അങ്ങനെയുള്ളതുണ്ട്. അതുപോലും ഞങ്ങൾ വർക്ക്ഷോപ്പിനകത്തോട്ട് കയറ്റാറില്ല. അതെന്താണെന്ന് വെച്ചാൽ വരുന്ന കസ്റ്റമർക്ക് പോലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ്. അവർ ചോദിക്കുക എന്താ ഈ വണ്ടി തീർച്ചയായിട്ടും പഴയ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണെന്ന് പറയുന്നത് അതിൻ്റെ ക്രാങ്ക് വെയിറ്റ് എന്ന് പറയുന്നത്. അതും നമുക്ക് നോർമലി ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ഇംഗ്ലണ്ട് വണ്ടികളൊക്കെ ഏറ്റവും സ്ലോ സ്പീഡിൽ ഓടിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ആ ബുള്ളറ്റ് എന്നുള്ള ആ ഒരു ഇത് ആൾക്കാരിൽ അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പകുതി ആൾക്കാർക്കും അറിയില്ല ഇതെന്താന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് പഴയ ആ വണ്ടി ഓടിക്കുന്ന സുഖം കിട്ടണം. അത് രണ്ടിൻ്റെ വ്യത്യാസങ്ങൾ വന്നു. നമ്മൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന പകുതിയെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവും, പകുതി കസ്റ്റമർക്കാണ് കംപ്ലൈൻറ്റ്. നമുക്കിഷ്ടമുള്ള നമുക്ക് ആപ്റ്റാകുന്ന കസ്റ്റമർ മാത്രമേ നമുക്ക് അവരുടെ പണിയെ എടുക്കാനൊക്കത്തുള്ളൂ. ഇത് ചില പേരിന് വണ്ടി എന്നുള്ള രീതിയിലൊക്കെ വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നാറ്. അവരാ ബുള്ളറ്റിനെ എത്ര സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ നമുക്ക് പണിത് കൊടുക്കാനാണ് തോന്നാറ്. നമുക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. പിന്നെ കഴിവതും ചെയ്യാതെ തന്നെ പിന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾ പുറത്ത് കൊടുത്ത് ചെയ്യിച്ചോളാൻ പറയും. ബുള്ളറ്റും വീഞ്ഞും ഒരുപോലാന്ന് പറയും, അതുപോലെയാണ്. ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ബൈക്കിനെ മാറ്റി നിർത്തിക്കിട്ട് അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരാൾക്കും അതിനോട് സ്നേഹമുള്ളവർക്കും മാറ്റി നിർത്താനൊക്കെ പറ്റും. For some people, a bike is just a vehicle. But in Kerala, some bikes become emotion. Before superbikes, before riding reels, before influencers, there was the bullet. A sound that turned heads, a machine that carried stories, a feeling that connected generations. Today's conversation is not just about bikes. It's about passion, freedom, memories, and the emotional bond between a man and his machine. We call in Kerala that it is our first wife. This is Shine with Nalan, and you are in conversation with a wonderful magician. I call him a magician and not a mechanic. Today I'm joined by someone whose life has revolved around the bikes from childhood, from grease-stained hands to workshop stories, to the emotion behind Royal Enfield culture. Santosh TD. Santosh has lived this journey from the inside. Welcome Santosh. Welcome to Shine with Nalan. Thank you. ഞാൻ ബുള്ളറ്റ് മാൻ എന്നൊക്കെ വിളിക്കത്തില്ല. ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് അല്ല, ബുള്ളറ്റ് അല്ലേ? എൻഫീൽഡുമായിട്ടുള്ള പ്രണയം, ബുള്ളറ്റുമായിട്ടുള്ള ജീവിതം. ബുള്ളറ്റ് എന്നാണ് പണ്ട്, ഇന്നാണ് എൻഫീൽഡ് എന്നൊക്കെ പറഞ്ഞത്. ഇന്നും ബുള്ളറ്റ് എന്ന് പറയാറുണ്ടോ? ബുള്ളറ്റ് അതിൻ്റെ ഒരു ആ എൻഫീൽഡ് എന്നുള്ള ബ്രാൻഡിങ്ങിൽ എടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ബുള്ളറ്റ്. പക്ഷേ ആൾക്കാരുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് കയറിയിട്ട് അതൊരു വികാരമായിട്ടിരിക്കുന്നതും ബുള്ളറ്റ്. എത്ര വർഷമായി? ഞാൻ 83 പണി പഠിക്കാൻ കയറി. അന്നൊക്കെ ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മനസ്സിലൊരു വലിയ വികാരമായിരുന്നു ബുള്ളറ്റ്. റോഡിലൊക്കെ പോകുമ്പോൾ അന്നൊക്കെ ഇത് ഇന്നത്തെ പോലെ കാലം അല്ല, വളരെ കുറച്ച് ആൾക്കാർ. ഞങ്ങളുടെയൊക്കെ നാട് കോട്ടയമാണ്. ആ കോട്ടയത്ത് ഷാപ്പുകാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു കൂടുതലും ബുള്ളറ്റ് പഠിക്കുന്നത്. NRI, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാർ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള. പിന്നെ സിനിമയിലുള്ള ഒരു ബുള്ളറ്റിൽ ഒരു വില്ലൻ്റെ എല്ലാ പരിവേഷത്തിലുണ്ട്. ഒരു കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? കോട്ടയത്ത് തന്നെ സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ചു. പിന്നെ സാമ്പത്തിക അച്ഛനും ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ തന്നെയായിരുന്നു. ബാറ്ററി പണ്ടത്തെയൊക്കെ വണ്ടികളുടെ ആർമച്ചറിൻ്റെയൊക്കെ മെക്കാനിക്കൊക്കെ ആയിരുന്നു. മനസ്സിലായി. ഒരു മെക്കാനിക്കൽ
ബാക്ക്ഗ്രൗണ്ട് ഉള്ള ബ്ലഡ് ലൈൻ ഉണ്ട്. അങ്ങനെയുണ്ട്. കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സാധനം ഇങ്ങനെ പോവല്ലോ, ഡഗ് 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 ഡഗ്. ആ സമയത്ത് എന്നാണ് തിരിഞ്ഞു നോക്കി അവനോടൊരു പ്രണയം തോന്നിയത്? അന്ന് രാത്രിയിൽ നമ്മുടെ വഴി ഇച്ചിരി MC റോഡാണ്, സൈഡിലാണ് വീട്. അപ്പം രാത്രിയിൽ ഈ വണ്ടി സ്ഥിരമായിട്ട് പോകുന്ന കുറേ, അന്നൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. സ്ഥിരമായിട്ട് നമുക്ക് ഓരോരുത്തരെ നോട്ട് ചെയ്യുക, ഓരോ വണ്ടിയുടെ സൗണ്ട് കൊണ്ട്. വളരെ അപൂർവമായിട്ട് പാസ് ചെയ്യുമ്പം അത് നമ്മൾ കാണാനും അത് ആ വണ്ടിയോടുള്ള ഒരു താല്പര്യം കൊണ്ട് റോഡിലൊക്കെ പോയി നിൽക്കാറുണ്ട്. അങ്ങനെ അത് മുതലിങ്ങോട്ട് പിന്നെ അത് എപ്പോഴോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഇടിക്കുന്നത് വരെ ആ ബുള്ളറ്റിൻ്റെ ആ ഒരു ഇത്. സന്തോഷേട്ടാ, ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ എല്ലാം ലൈഫിൽ ഒരു ദിവസം നമുക്ക് കാണുമല്ലോ, നമുക്ക് ചില അംബാസഡർ കാർ സ്ഥിരം പോയിരുന്ന, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിരുന്ന ആ ചേട്ടൻ വളരെ സിമ്പിളനായിരിക്കും, വെളിച്ചെണ്ണയൊക്കെ തേച്ചന്ന് മുടിയൊക്കെ ഒതുക്കി വെച്ച് കുരുവിക്കൂടൊക്കെ വെച്ചിട്ട് മറ്റേ കോളറുള്ള ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ഈ ബുള്ളറ്റിൽ പോകുമ്പോൾ ഈ ഷർട്ട് ഇങ്ങനെ ടക്ക് ടക്ക് ടക്കെന്ന് ഈ കോളർ ഇങ്ങനെ അടിക്കുകയും കൂടെ ചെയ്യും. പിന്നെ ബാക്കിലൊരു എന്താ പറയുക, അതിന് മഡ് ഫ്ലാപ്പ്, വലിയ മഡ് ഫ്ലാപ്പൊക്കെ വെച്ച് പോകുന്ന ഒരു ചേട്ടൻ എന്തായാലും നമ്മുടെ നാട്ടിലെല്ലാം ഒരാൾ കാണും. തീർച്ചയായിട്ടും. ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് കള്ളഷാപ്പ് ഉടമസ്ഥരായിരിക്കാം, ചിലപ്പോൾ വലിയ മറ്റേ കുടവണ്ടിയുടെ മുകളിൽ വലിയ ബെൽറ്റൊക്കെ കെട്ടി മറ്റേ ബെൽ ബോട്ടം പാൻറ്റും ഒക്കെ ഇട്ട് സ്റ്റൈലായിട്ട് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ പോകുന്നത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഓർമ്മയിലോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മുടെ അവിടെ ഒരു ജോസേട്ടനുണ്ട്, നമ്മുടെ സ്റ്റാർ ജംഗ്ഷനിലൊരു ഹോട്ടൽ നടത്തുന്നത്. ഈ ആള് ഒരു രാത്രിയിൽ ഒരു 10 മണിയാകുമ്പം അതിൽ പാസ് ചെയ്യും. പുള്ളിയുടെ വീട് ചിങ്ങവനം ആ സൈഡിലാണ്, കോട്ടയത്തു നിന്ന് ചിങ്ങവനം. അന്ന് എത്ര വയസ്സ് നമുക്ക്? അന്നൊക്കെ നമ്മളൊരു 10 വയസ്സ് മുതലേ നമ്മൾ ആ ഒരു ആരാധനയുണ്ട്. അപ്പം പുള്ളി ആ ജോസേട്ടൻ നമ്മുടെ ഒരു വലിയ, അപ്പോൾ ആ ബുള്ളറ്റ് പോകുന്ന സൗണ്ടും ഇതുമൊക്കെ കേട്ട് അപ്പം പഠിച്ച് കൂടുതൽ ഇതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ആ സമയത്ത് ഇതൊന്ന് തോന്നിയപ്പോൾ തന്നെ അച്ഛനോട് ഞാൻ ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഇന്ന പണി പഠിക്കണം. അതായിരുന്നു നമ്മുടെ ഒരു, അന്നത്തെ കാലത്ത് വളരെ വർക്ക്ഷോപ്പുകളും കുറവാണ്. എനിക്ക് കോട്ടയത്ത് 2 ആശാന്മാർ ഒന്നിച്ച്, വേണുവും ചന്ദ്രൻ എന്ന് പറയുന്ന 2 ആശാന്മാർ, അന്നത്തെയൊക്കെ ബുള്ളറ്റിൻ്റെ മരക്കാരൻ്റെ സബ് സർവീസ് കൊടുക്കുന്ന. അപ്പോൾ അവിടെ തന്നെ നിന്ന് ഒരു 10 കൊല്ലം അവിടെ പണി പഠിച്ചതിന് ശേഷമാണ് ഞാൻ മരക്കാർ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു ഡീലറുണ്ട് എൻഫീൽഡിൻ്റെ, ആ ഡീലറുടെ അടുത്തൊരു 20 വർഷം അവിടെ തന്നെ ജോലി ചെയ്തു. ഞാൻ ഈ ആദ്യമായിട്ട് ജോലിക്കൊക്കെ പോയപ്പോൾ എങ്ങനെയായിരുന്നു ആശാൻ്റെ അടുത്ത് ചെയ്യുന്നത്? ആശാനൊക്കെ പണ്ടത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു മിലിറ്ററിയുടെ ട്രെയിനിങ് പോലെ, ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്ന് വെച്ചാൽ ഒരു വെക്കേഷൻ ആകുമ്പോൾ തന്നെ ഒരു കുറഞ്ഞത് ഒരു 15 പേരെയെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും. 15 പിള്ളേരെങ്കിലും അവൻ സ്കൂൾ വിടുമ്പം, സ്കൂൾ കഴിയുമ്പം ഇവിടെ വന്ന് നിൽക്കണം, മേശിരിപ്പണി എടുക്കാനായിട്ട് നിർത്തണം എന്നൊക്കെ പേരൻസോ ഇല്ല വേണ്ടപ്പെട്ടവരെ റെക്കമെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു അന്നത്തെ കാലം. ഇന്നല്ലേ നമുക്ക് പണിക്കാരെ കിട്ടാനില്ല, പിള്ളേർ ഈ മേഖലയിലേക്ക് വരില്ല, പിള്ളേർക്ക് അത് കാലം മാറിപ്പോയി. അല്ല, അന്ന് നമ്മൾ ചെല്ലുന്നതും അതിനോട് പ്രണയം മൂത്തിട്ടാണ്. അതെ, അതുകൊണ്ട് നമ്മളെ എറ്റിത്തുപ്പിയാലും ചീത്ത വിളിച്ചാലും നമ്മൾ പോകത്തതുമില്ല. നമ്മളത് കടിച്ചു പിടിച്ച് കിടക്കുവാണ്. എന്തൊക്കെ കിട്ടിയാലും, ഇനി അടി കിട്ടിയാലും ശരി. അന്നൊന്നും ഒരു, ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ശമ്പളം കിട്ടുന്നത് പോലും അന്നൊക്കെ നിസ്സാര ശമ്പളമാണ്. അതൊക്കെ കിട്ടുന്നത് തന്നെ 7 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെ നമ്മളെല്ലാ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പിന്നെ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ബൈക്കെന്ന് പറയുന്ന ആ ഒരു വികാരം കൊണ്ട് ഇതിനകത്ത് കടിച്ചു പിടിച്ച് നിൽക്കുകയാണല്ലോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ. ആദ്യമായിട്ട് സ്കൂളിൽ പഠിച്ച് വെക്കേഷന് ഈ പറയുന്ന ആശാൻ്റെ അടുത്ത് വരികയാണ്. അതെ, 8 സ്പാനർ എടുത്ത് കയ്യിലോട്ട് തരുന്നു. എനിക്കറിയത്തില്ല എങ്ങനെയാ അത്. അതൊരു ദക്ഷിണ. അന്നത്തെ കാലത്ത് വെറ്റിലയും അടയ്ക്കായും വെച്ച് ദക്ഷിണ കൊടുത്ത് പിന്നെ ആശാന്റെ അടിമയായി നമ്മൾ. ഫസ്റ്റ് നമ്മൾ തൊടാൻ സമ്മതിക്കത്തില്ല. അതെടുത്തോണ്ട് പോയി ക്ലീനിങ്. അന്നത്തെ കാലത്തെല്ലാം ക്ലീൻ ചെയ്യാനുള്ള നമ്മളെ ക്ലീനിങ്ങിലേക്കാണ് വിടുന്നത്. നമ്മളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, മിലിറ്ററിയുടെ ഒരു ട്രെയിനിങ്ങാണ് നമുക്ക് കിട്ടുന്നത്. ക്ലീനിങ്, പിന്നെ പാർട്സ് വാങ്ങിക്കാൻ പോകൽ. അന്നത്തെ കാലത്ത് നടന്നൊക്കെയാണ് പോകുന്നത്, സൈക്കിള് പോലും ഇല്ല. അപ്പം അങ്ങനെ ഒരു മേഖലയെ നമ്മൾ അതൊക്കെ സഹിച്ച്, ഭക്ഷണവും ഒക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ സഹിച്ച് നമ്മളങ്ങനെ നിൽക്കും. ഇപ്പോഴും ആ 84-ലുള്ള ആ ഒരു കസ്റ്റമറും ഒക്കെ ആയിട്ട് നമുക്കിപ്പോഴും ബന്ധം നിലനിർത്താൻ ഒക്കുന്നുണ്ട്. അന്നത്തെയൊക്കെ അവർ വരികയും നമ്മളോടുള്ള അവരുടെ ചില ആൾക്കാരുണ്ട്, ഇതിനോട് വലിയ ആഗ്രഹമുള്ളവർ നമ്മളെ ആ രീതിയിലാണ് കാണുന്നത്. അവരുടെ വണ്ടി എല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി കൊടുക്കുമ്പം അവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു
എത്ര വയസ്സാണ് ഈ ഫസ്റ്റിൽ ഈ വർക്ക്ഷോപ്പിൽ പോകുന്ന സമയം? 15 ഏകദേശം 18 വയസ്സ്. 18 വയസ്സ്. 18 വയസ്സ് ചെല്ലുന്നു, ആദ്യമായിട്ട് എൻഫീൽഡ് മേശിരി എടുത്ത് ചെല്ലുന്നു. എപ്പോഴാണ് ആ എൻഫീൽഡൊക്കെ ഒന്ന് പണിഞ്ഞ് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റാനായിട്ടൊരു അവസരമൊക്കെ കിട്ടാൻ വേണ്ടി കൊതിച്ച്? നല്ല താമസം എടുത്തു. ശരിക്കും ഒരു 6 കൊല്ലത്തിന് ശേഷം. 6 കൊല്ലത്തിന് ശേഷമാണ് ഒന്ന് തൊടി വരെ നമ്മളെ ഇതിന്റെ ഓരോ കളഞ്ഞിട്ട് പോകണമെന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല. അത് എപ്പോഴും നമുക്കിതൊരു നമ്മുടെ ആഗ്രഹമാണല്ലോ. ഇത് പഠിച്ച് കരസ്ഥമാക്കിയിട്ട് ഇത് പോവുള്ളൂ. ആരും പുറത്തുനിന്ന് പറയണ്ട. നമ്മുടെ മനസ്സിൽ തന്നെ കയറിയിരിക്കുക. എന്ത് ബുദ്ധിമുട്ട് അതിൽ വന്നാലും. അന്നത്തെ കാലത്ത് ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ എടുക്കാനായിട്ട് 45-50 കിലോമീറ്റർ ഒക്കെ ദൂരത്തിൽ പോയിട്ടുണ്ട്. കോട്ടയം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമാണല്ലോ, ഹിൽ ഏരിയ ആണ്. അപ്പോൾ പാല അവിടെയൊക്കെ പോലും ബ്രേക്ക് ഡൗൺ എടുക്കാനൊക്കെ പോയിട്ടുണ്ട്. ഇന്നൊക്കെ പിന്നെ അടിക്കടി വർക്ക്ഷോപ്പുകളായി കോമൺ ആയിട്ട്. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്കൊരു ബ്രേക്ക് ഡൗൺ വന്നാലും നമ്മളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാനുള്ളൂ. അത് സർവീസ് സെൻറ്ററിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. മറക്കാനാവാത്ത ഒരു അനുഭവം ആ കുട്ടിക്കാലത്ത്. അപ്പോൾ ആ മേശിരിയോട് പഠിക്കുന്ന സമയത്ത് മരക്കാറി കയറുന്നതിന് മുമ്പ് ആ എൻഫീൽഡ് ബന്ധങ്ങളിൽ എന്താണ് ഉണ്ടായത്? എൻഫീൽഡിൽ അതിൽ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് ഓടിക്കാൻ കിട്ടുക. അത് നമുക്ക് ചിന്തിക്കാൻ പോലും മേല. ഓടിക്കാനൊക്കെ ഒരു കിട്ടുക. നമുക്ക് സ്വന്തമായിട്ട് കരസ്ഥമാക്കിയൊന്നും അന്നത്തെ കാലത്ത് നടക്കത്തില്ല. പിന്നെ നമ്മളത് ഓടിക്കാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. ആ കസ്റ്റമറെ എങ്ങനെയൊക്കെ നമ്മൾ തൃപ്തിപ്പെടുത്താവോ അതൊക്കെ തൃപ്തിപ്പെടുത്തി. ഒന്ന് വീട്ടിൽ ഡെലിവറി കൊടുക്കണോ ചേട്ടൻ, വീട്ടിൽ ഇരുന്നാൽ മതി, ഞാൻ കൊണ്ടുവന്നോളാം. തീർച്ചയായും. അല്ലേ, ഇവിടുന്ന് വീട് വരെ ഒന്ന് ഓടിക്കണം. അതാണ്. അത് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി നമ്മളത് ചെയ്യും. അതൊരു ഈ പറഞ്ഞ പോലെ അതൊക്കെ ഒരു ഡ്രീമാണ്. സ്വപ്നത്തിൽ മാത്രം കിട്ടുന്ന ഒരു അവസരമായിട്ട് കാണുന്ന. അന്നത്തെ അങ്ങനെ മരക്കാറിലേക്ക് എത്തുകയാണ്, മരക്കാറിൽ കയറുന്നു. അപ്പോഴത്തേക്ക് മേശിരിയായി, ഏകദേശം ടെക്നീഷ്യനായി. ഇതിൽ പരിപൂർണത ഇല്ലല്ലോ. നമുക്ക് ഓരോ ദിവസവും പുതിയ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ അവിടുത്തെ ആ എക്സ്പീരിയൻസും പിന്നെ കേവലം ബുള്ളറ്റിൻ്റെ മാത്രമായിട്ട് ഒതുങ്ങി. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വർക്ക്ഷോപ്പിൽ അന്ന് മരക്കാറിന് സ്വന്തമായിട്ടില്ല. 93 ആയപ്പോഴാണ് മരക്കാർ സ്വന്തമായിട്ട് സർവീസ് സെൻറ്റർ ആയിട്ട് തുടങ്ങുന്നത്. അതായത് ഡീലറുടെ അടുത്ത് തന്നെ വേണമെന്നുണ്ട്. മറ്റേ സബ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ നിന്നത്. അപ്പോൾ അവർ തന്നെ നമ്മളെ റെക്കമെൻഡ് ചെയ്ത് മരക്കാറിലേക്ക് കയറ്റി. മരക്കാറിൽ ഒരു 20 കൊല്ലം നമ്മളവിടെ ജോലി ചെയ്തു. മരക്കാറിൽ പക്ഷെ നമുക്ക് സാമ്പത്തികപരമായിട്ട് വലിയ നേട്ടമൊന്നുമില്ല. ഒരു കമ്പനി ജോലി, അതിൻ്റേതായ കൃത്യനിഷ്ഠയോടുകൂടി ഇറങ്ങാം. പിന്നെ നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ കിട്ടിയതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ട്രെയിനിങ് അടക്കമുള്ള അപ്ഡേറ്റ് ആയിട്ട് പ്രൊഫഷണൽ അപ്ഡേറ്റ് കിട്ടും. അതൊരു വലിയ കാര്യം. ഈ പഴയ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണെന്ന് പറയുന്നത് എന്തോ അതിൻ്റെ? ശരിക്കും നമുക്കൊരു പഴയ വണ്ടികൾക്ക് ക്രാങ്ക് വെയിറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഒരു മനുഷ്യനിൽ എപ്പോഴും ബുള്ളറ്റിനോടുള്ള ഒരു പാഷനാകുന്നത്. അതിൻ്റെ ക്രാങ്ക് വെയിറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് നോർമലി ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ഇംഗ്ലണ്ട് വണ്ടികളൊക്കെ ഏറ്റവും സ്ലോ സ്പീഡിൽ ഓടിക്കാൻ പറ്റും. നമുക്ക് ടോപ്പ് ഗിയറിലിട്ട് നല്ല റിതമായിട്ട് തന്നെ ഓരോ ബീറ്റായിട്ട് നമുക്ക് റോഡിൽ ഓടിക്കാം. അതാണ് അതിൻ്റെ ആ ബുള്ളറ്റ് എന്നുള്ള ആ ഒരു ഇത് ആൾക്കാരിൽ അടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും ആൾക്കാർക്ക് അതിൻ്റെ പകുതി ആൾക്കാർക്കും അറിയില്ല ഇതെന്താന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് പഴയ ആ വണ്ടി ഓടിക്കുന്ന സുഖം കിട്ടണം. അത് രണ്ടും വ്യത്യാസങ്ങൾ വന്നു. അന്ന് ശരിക്കും ഇംഗ്ലണ്ടിൻ്റെ വണ്ടികളൊക്കെ ആയിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ മെറ്റീരിയൽ അടക്കം മാറ്റമുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് മാക്സിമം സുഖം ആക്കി കൊടുക്കും. സ്ലോ സ്പീഡ് കിട്ടാനും അങ്ങനെയുള്ളതൊക്കെ കുറേ കഷ്ടം ചെയ്ത് കൊടുക്കാറുണ്ട്. സായിപ്പന്മാർ കൊണ്ടുവന്ന വണ്ടിയാണ്. അതെ. സായിപ്പന്മാർ വന്ന് ഫസ്റ്റ് ഒരു 160 വണ്ടിയോളവും ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്ത് മദ്രാസിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കി. അങ്ങനെ അതിൻ്റെ ഹിസ്റ്ററി അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പം കുറേ മാറി. പിന്നെ അവരും കമ്പനിയും മാറി. 140 വണ്ടികളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. നമുക്ക് ലാസ്റ്റ് വന്ന ഒരു പാലായിൽ നിന്നൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. ആ വണ്ടി ഒറിജിനൽ ഇംഗ്ലണ്ട് വണ്ടിയായിരുന്നു. അത് 57-ലുള്ള ഒരു വണ്ടിയായിരുന്നു. അതൊക്കെ നമുക്ക് പണിയാനൊക്കെ ഒരു ഭാഗ്യം കിട്ടി. അതൊക്കെ ആൾക്കാർ തപ്പി പിടിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ ഈ മേഖലയിൽ ഇപ്പം പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുമുണ്ട്. തപ്പി എടുത്ത് എവിടെ നിന്നെങ്കിലുമൊക്കെ തപ്പിയെടുത്ത് നമ്മളെ കൊണ്ട് അങ്ങനെ പണിയിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഈ 1957 വണ്ടി നമ്മൾ മുമ്പിൽ വന്നിരിക്കുമ്പം നമുക്ക് ആ പഴയ പാർട്സ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. കൂടുതലും നമ്മൾ ഉണ്ടാക്കി തന്നെ ഇട്ടേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ലെയ്ത്തി കൊടുത്തും നമ്മൾ അതിൻ്റെ എല്ലാം വ്യത്യാസം, ഇഞ്ചിന് അതിൻ്റെ ഗ്യാസ്കറ്റുകളൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്.
അങ്ങനെ അത് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ പണ്ടത്തെ പോലൊന്നുമല്ല, നമുക്ക് താമസം എടുത്ത് താമസത്തോടു കൂടി ചെയ്യേണ്ട പണികളാണ് അതൊക്കെ. ആൾക്കാർക്ക് അത്രയും ക്ഷമയില്ലല്ലോ, കാരണം ഇപ്പൊ സ്പീഡാണല്ലോ അതെ, അതെ. റൈഡ് എന്ന് പറയുന്നത്. അതെ, അതെ. ബുള്ളറ്റ് സ്പീഡാണോ? ഒരിക്കലുമല്ല, സ്പീഡല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം പണ്ടത്തെയൊക്കെ കാലത്ത് സാറ് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ബുള്ളറ്റ് പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്നത്? കാണത്തില്ല. ഇന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാൽ കൂടുതൽ ബുള്ളറ്റാണ്. ആ ജനറേഷൻ്റെ മാറ്റമാണ്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അതൊരു ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും അതാ, ഫസ്റ്റ് വൈഫാ ബുള്ളറ്റ് എന്ന് പറയും. ആൾക്കാരുടെ ഫസ്റ്റ് വൈഫാ. അതിനെ എങ്ങനെ പരിപാലിക്കുന്നോ അതേ രീതിയിൽ അതിൻ്റെ ആ ഒരു ഇത് കിട്ടും എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഈ ബുള്ളറ്റിനെ ഇത്രയും വർഷത്തോളം കൊണ്ടു നടക്കുന്ന, ഇന്ന് വരെ കളയാതെ കൊണ്ടു നടക്കുമ്പോൾ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന മക്കളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴും ആൾക്കാർ ഉപയോഗിച്ചില്ല. ചിലപ്പോൾ മക്കൾ ഇപ്പോൾ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ ഇതൊരു പഴയ വണ്ടിയാണ്, അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഷാർട്ടാകില്ലായിരിക്കും. പക്ഷേ അച്ഛനോടുള്ള ആ ഒരു പരിഗണന കൊടുത്ത് അതിനെത്ര ലക്ഷങ്ങൾ മുടക്കിയും പണിത് വീട്ടിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളത് ചെയ്യുന്നുണ്ട്. ലൈഫിൽ ആദ്യത്തെ ബുള്ളറ്റ് എടുത്തതാണ്? ലൈഫിൽ ആദ്യം ബുള്ളറ്റ് എടുക്കുന്നത് ഞാൻ എൻ്റെ കല്യാണം ആ സമയത്താണ് ബുള്ളറ്റ് എടുക്കുന്നത്. മറ്റുള്ള വണ്ടികളിലൂടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ബുള്ളറ്റായിട്ട് നമ്മൾ എടുക്കുന്ന കല്യാണം 99 ആയ സമയത്താണ്. അതുപോലെ തന്നെ ഓരോ യാത്രയും കാര്യങ്ങളും പോകാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ വർഷത്തിലൊരു ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു വർഷത്തിൽ ഒരു ട്രിപ്പെന്ന് പറഞ്ഞാൽ കയ്യിലെ കാശ് തീരുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അതിനു വേണ്ടിയിട്ടൊരു സേവിങ്സ്, വർഷത്തിലൊരു സേവിങ്സ് ഉണ്ട്. ബുള്ളറ്റിലാണ് പോകുന്നത്. ബുള്ളറ്റ് അതിനു വേണ്ടി പണിത് നല്ല പക്കയാക്കിയിട്ട് പോയിട്ട് അങ്ങനെ ലാസ്റ്റ് വന്നിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. പീരുമേട്ടി വെച്ച് വണ്ടി, എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. പീരുമേട്ടി വെച്ചൊരു നല്ല ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുഖം നല്ല ഇതായിട്ട് കുറേ ഫ്രാക്ചറും ഇതുമൊക്കെ ആയി, കുറേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പിന്നെയാണ് ആ റൈഡ് അങ്ങനെ കൊണ്ട് അവിടെ ആ ഫ്രണ്ട്ഷിപ്പ് റൈഡ് എന്നുള്ളത് അവിടെ ഇച്ചിരി ഒന്ന് മാറ്റി പിടിക്കേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇച്ചിരി ഇതായിട്ടുള്ള പിന്നെ ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞപ്പം പിന്നെ വന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ. അതെല്ലാം കഴിഞ്ഞ് പിള്ളേരുടെ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞപ്പം ഏകദേശം ഇപ്പം 50 വയസ്സൊക്കെ ആയപ്പം പിന്നെ ഇത് ഓടി തട്ടിയൊക്കെ ആ റൈഡുകൾ എടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ ലഡാക്കിലും അങ്ങനെയൊക്കെ ഒന്ന് പോകാൻ അവസരം. അതെന്തോ രജിസ്റ്റർ ചെയ്തൊക്കെയാണോ പോകുന്നത്? നമ്മൾ ട്രാവൽ അങ്ങനെ എന്തോ ട്രാവൽസിന്റെ പരിപാടി, അതെന്തോ സംഭവം? അത് നമ്മൾ ഇപ്പം ഇവിടെ കുറേ ക്ലബ്ബുകളിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മളൊരു ഫോറിനർ നടത്തുന്ന ഒരു ക്ലബ്ബല്ല, അവരുടെ ഒരു ട്രാവൽ ടൂറിസത്തിന് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇതാണ്. അതിൽ നമ്മളാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വണ്ടിയുടെ ബാക്കപ്പ് കൊടുക്കുന്നത്. അത് സൗത്ത് ഇന്ത്യ ടൂർ, കേരള, തമിഴ്നാട്, കർണാടക. ഇതിന് പോകുമ്പോൾ ബാക്കപ്പ് വേണം അവർക്ക്. ഫോറിനേഴ്സാണ് ഫുള്ള് വരുന്നത്. അത് സായിപ്പ് തന്നെ അവരുടെ ഗസ്റ്റുകളെയും കൊണ്ട് വന്നിട്ട് ഒരു 14-13 ദിവസത്തെ റൈഡ് പോകുന്നുണ്ട്. അതിന് നമ്മൾ ബാക്കപ്പ് കൊടുക്കുന്നുണ്ട് ആ ഏജൻസിക്ക്. പിന്നെ ഇതുകൂടാതെ നമ്മൾ 2-3 ക്ലബിലും മെമ്പറുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒരു 4-5 പേരുടെ ഒരു ടീമുണ്ട്. അതാണ് നമ്മൾ ലഡാക്കിലും മറ്റേ ഭൂട്ടാനും ഒക്കെ ഒന്ന് കവർ ചെയ്ത് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ അതൊക്കെ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ഓരോ അംബീഷൻ. അപ്പോൾ ഇന്നത്തെ തലമുറകൾക്ക് ഈ റൈഡ് എന്താണ് ഒന്ന്? രണ്ടാമത് ബുള്ളറ്റ് ഫാമിലി എന്ന് പറയുന്ന റൈഡ്, അതിൻ്റെ പ്രത്യേകത എന്താണ്? ബുള്ളറ്റ് ഇപ്പോഴത്തെ ഒരു ഇതിന് ഞങ്ങൾക്ക് തന്നെയാണെങ്കിൽ ഈ ക്ലബിൽ ബ്രേക്ക്ഫാസ്റ്റ് റൈഡ്, ഫ്രണ്ട്ഷിപ്പ് റൈഡ്, ഒരുപാട് റൈഡ് ഉണ്ട്. പക്ഷേ ഇതിൽ ബുള്ളറ്റിൻ്റെ ഒരു പ്രത്യേകത, ബുള്ളറ്റിൽ നിന്നല്ല ഏത് വണ്ടിക്കും സ്പീഡൊക്കെ കമ്പനി 120-ലോ 150-ലോ ഒക്കെ പോകാനുള്ള ഓപ്ഷൻ തരുന്നെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കി മാത്രമേ. ഇത് അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ അതൊക്കെ വന്നു കഴിയുമ്പോഴാണ്, റോഡിലെ കോമ്പറ്റീഷനൊക്കെ വരുമ്പോഴാണ് നമുക്കൊരിക്കലും ഇത് കൺട്രോൾ ചെയ്യാനൊക്കില്ല. ഇതൊന്നും ഇല്ലെങ്കിലും 2 വീലറില്ല, ഇതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പറഞ്ഞ് പോകുന്നതിലായിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇത് ശരിക്കും നമ്മൾ സേഫ്റ്റിയുടെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ എടുത്തിട്ടേ പോകാവുള്ളൂ. എന്ന് വെച്ചാൽ നല്ല വില കൂടിയ ഹെൽമെറ്റുകൾ, നല്ല സേഫ്റ്റി തരുന്ന ഹെൽമെറ്റുകൾ, ജാക്കറ്റുകൾ. ഓരോ വണ്ടിക്കും ഇപ്പോൾ ഹാർലി ഡേവിഡ്സൺ പോലുള്ള കമ്പനികളൊക്കെ പറയുന്നത് അവരുടെ ജാക്കറ്റുകൾ തന്നെ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ 1.5-2 ലക്ഷം രൂപയുടെ ആക്സസറീസ് മാത്രമുണ്ട് അതിൽ. അപ്പോൾ ഇതൊക്കെ അവർ ആ പറയുന്ന രീതിയിൽ ഓടിച്ചാലേ ആ വണ്ടി സേഫ്റ്റിയുടെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഏത് കാറിനും സീറ്റ് ബെൽറ്റ് ഇടുന്ന പോലെ തന്നെയുള്ള നല്ല ബുള്ളറ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് കിട്ടുന്ന ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് കാര്യമില്ല. അതെ, കാരണം എപ്പോഴും ഈ ഹെൽമെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ഈ 500 രൂപയ്ക്ക് 550 രൂപയ്ക്കൊക്കെ ഹെൽമെറ്റ് വാങ്ങിച്ചിരിക്കുന്നത്, ഹെൽമെറ്റിന് തന്നെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ.
അപ്പം പലർക്കും തലയിലെ മുടി പൊഴിഞ്ഞു പോകും, തലയ്ക്ക് കഷണ്ടിയാവും, തലയ്ക്ക് ചൂട് കയറും. അപ്പം സ്വാഭാവികമായിട്ടും കുട്ടിക്കാലത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഹെൽമെറ്റ് വെളിയിൽ നിന്നൊരു ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അന്ന് ഇല്ല കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച്, ഇല്ല സൺ ഗ്ലാസ്സൊക്കെ വെച്ച് ബൈക്കിൽ പോകുന്നതാണല്ലോ സൗന്ദര്യം. അപ്പം ബുദ്ധിപരമായി പറഞ്ഞു തന്നൊരു കാര്യം എനിക്കിവിടെയും ഷെയർ ചെയ്യാം. തലയ്ക്കകത്ത് സ്വർണ്ണമാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക, തീട്ടമാർ സൂക്ഷിക്കാറില്ല. അപ്പോൾ തലയ്ക്കകത്ത് സ്വർണ്ണമാണെങ്കിൽ സൂക്ഷിക്കുക, അതല്ലാത്തവൻ സൂക്ഷിക്കണ്ട. അതെ, ഇതാണ് ഹെൽമെറ്റ്. അപ്പോൾ ഞാൻ ആലോചിച്ച് സ്വർണ്ണമാണ്, ഹെൽമെറ്റ് വെച്ചേക്കാം. ഇത് ഞാൻ RTOക്കൊക്കെ ഒരു മെസ്സേജായിട്ട് കൊടുത്തിട്ടേ അത് ഏറ്റവും നല്ല എഴുതി കാണിക്കണമെന്ന് വിചാരിച്ചാൽ തലയിൽ സ്വർണ്ണമാണെങ്കിൽ സൂക്ഷിക്കുക, അല്ലാത്ത വശം. അങ്ങനെ ഹെൽമെറ്റ് ഹെൽമെറ്റ് നമ്മളിപ്പോൾ പറയില്ലേ, പിള്ളേരൊക്കെ ഇപ്പം ഈ മുടി ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുക പിള്ളേരാണെങ്കിൽ പോലും, അപ്പോൾ അവർ പറയുന്നത് എപ്പോഴും കയ്യിലൊരു ഹെൽമെറ്റ് തൂക്കിയിട്ടേക്കും. എന്ന് വെച്ചാൽ അത് ഇവരുടെ സ്വയരക്ഷയ്ക്കല്ല, പോലീസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു കാരണവശാലും ചെയ്തത് നമ്മൾ വണ്ടി എടുത്തോ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യാവുള്ളൂ. എന്ന് വെച്ചാൽ അത് നമുക്കെപ്പോഴും തലയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആ പ്രൊട്ടക്ഷനോടൊക്കെ കൂടി എപ്പോഴും നമ്മൾ അവർ ട്രാഫിക്ക് തന്നിരിക്കുന്ന റൂൾസും കാര്യങ്ങളും എല്ലാം പരിഗണിച്ച് സ്പീഡും കുറച്ച് അത് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൽ പരസുഖം വേറെ ഒന്നുമില്ല. റൈഡ് ആഘോഷിക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്. We'll be back. You're in conversation with Santosh TD, a super mechanic of Enfield bullet bikes, we can call it. We'll be back after a break. Welcome back. You're in conversation with Santosh TD. We are talking about the most beautiful feeling for a man, bullet, Enfield. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മളുടെ എല്ലാവരുടെയും ഒരു സിഗ്നേച്ചറാണ്, ഒരു പവറാണ്, അല്ലേ, ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ എന്താണ് സന്തോഷം എന്നതിനെ പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ബൈക്കിനെ മാറ്റി നിർത്തിക്കിട്ട് അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരാൾക്കും അതിനോട് സ്നേഹമുള്ളവർക്ക് മാറ്റി നിർത്താനൊക്കത്തില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളും മോഹൻലാൽ MCR മുണ്ടിൻ്റെ പരസ്യത്തിൽ ഒരു ബുള്ളറ്റിൽ വരുന്നേ, മെഴ്സറസ് ബെൻസേ വന്നാൽ പോലും അത്രയും വൈബ് കിട്ടുമോ? അപ്പോൾ ആ ഒരു ബുള്ളറ്റിലെ വരവ് കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ നാളെ നമുക്കും ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോയാൽ എന്താണെന്ന് ചിന്തിക്കില്ലേ? അതാണ് ബുള്ളറ്റ്. പല ആൺകുട്ടികളും, പണ്ടത്തെ കാലത്തെ പല ആൺകുട്ടികളും പെൺകുട്ടികളും അച്ഛൻ ബുള്ളറ്റിൽ വരുന്ന ഒരു ഫ്രെയിമുണ്ട്. ആ ശബ്ദം കേട്ട് ഉറക്കമെണീറ്റതും ഓടി മുറ്റത്തേക്ക് എന്ന മക്കൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. ഇന്നും ഇവരെ എല്ലാവരെയും, ഇപ്പോൾ ഈ കോട്ടയത്ത് നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് സിൻസ് 84 തൊട്ടുണ്ട്. ഈ ബുള്ളറ്റ് പ്രണയം സന്തോഷേട്ടനെ എത്രമാത്രം കണക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർ ആയിക്കോട്ടെ, ഇപ്പം ഈ കുറഞ്ഞ കാലത്ത്, ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ അപ്പൻ്റെ ബുള്ളറ്റ് പണിത് പഴയ വണ്ടികൾ 82ഉം 90ഉം ഒക്കെ വണ്ടികൾ പണിയിപ്പിച്ചത് പെൺപിള്ളേരാണ്. പെൺപിള്ളേർ ലൈസൻസ് എടുക്കാനായിട്ട് അപ്പൻ്റെ വണ്ടി മതി, കോളേജിൽ പോകാൻ അത് മതി. ഞാൻ ഈയിടെ അടുത്ത 3-4 വണ്ടികൾ അങ്ങനെയാണ് പണിത് കൊടുത്തത്. പെൺപിള്ളേർ ലൈസൻസ് എടുത്തിട്ട് അവർക്ക് വേറെ ഒരു വണ്ടികളും വേണ്ട, പഴയ ആ കിക്ക് ചെയ്ത് അച്ഛൻ്റെ വണ്ടി അത് തന്നെയല്ല, അവത്തിൽ വേറെ ഓപ്ഷൻ ഒന്നും വേണ്ട, നല്ല കിക്ക് ചെയ്ത് തന്നെ വണ്ടി എടുത്ത്. അപ്പം നമ്മൾ പറയുന്നത് പെൺപിള്ളേർക്ക് കിക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും, സ്ട്രോങ് ആണല്ലോ വണ്ടി. അപ്പം അവർക്കതൊക്കെ നിസ്സാരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത ഇടയിലൊക്കെ 3-4 പിള്ളേർക്ക് ഇതുപോലെ അപ്പന്മാർ തന്നെ അതിനെ പിള്ളേരോട് പറഞ്ഞ് അത് ചെയ്യിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഇത് ആൺപിള്ളേരെക്കാട്ടിലും ഇപ്പം ഡ്രീമായിരിക്കുന്ന പെൺപിള്ളേർക്കാണ് ഇപ്പം കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതല്ല, അവർക്ക് ഇപ്പം ലാസ്റ്റ് വന്നിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു കസ്റ്റമർ ഒരു അപ്പൻ്റെ വണ്ടിയായിട്ട് സെൻറ്റ് തെരേസാസ് കോളേജിൽ പഠിക്കുന്ന പെങ്കൊച്ച്, അപ്പം നമ്മളെ അടുത്ത് സർവീസിന് വന്ന്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാ എനിക്ക് വേണ്ടത് വണ്ടി, അവർക്ക് മറ്റേ ഇപ്പോഴത്തെ ആക്റ്റീവ പോലുള്ള സ്കൂട്ടറുകളൊന്നും വേണ്ട, അച്ഛൻ്റെ ബുള്ളറ്റ്. അതൊക്കെ ഒരു എന്താ പറയുക, പിള്ളേരുടെ മനസ്സിൽ അങ്ങനെ കയറിയിട്ടാണല്ലോ ഇത്. നമുക്ക് ആ പ്രോഡക്റ്റിനോട് ബഹുമാനമാകുന്നവരെ തോന്നുന്നു. ഓരോരുത്തർ വന്നിട്ട് ഇപ്പം ഞാനൊരു കവിയുടെ അടുത്ത് സംസാരിക്കുന്ന, ഒരു കലാകാരൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലൊരു ഫീലിങ്ങിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സന്തോഷേട്ടൻ്റെ മനസ്സിൽ ടച്ച് ചെയ്ത് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവാം. ഒരു ബുള്ളറ്റ് പ്രണയകഥയുണ്ടോ?
ഞാൻ സാറേ ഒരു മേലാഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാറിന് തന്നെ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകും. സത്യം പറഞ്ഞാൽ ഞാനൊരു മേലാഴി ഉണ്ടെങ്കിലും ആ വർക്ക്ഷോപ്പിനകത്തിരുന്നാൽ മതി, എൻ്റെ അസുഖങ്ങളൊക്കെ പോകും. അതിനെന്ന് വെച്ചാൽ അത്ര ഒരു നമ്മൾ പാഷനായിട്ട് അത് കൊണ്ടുപോകുന്നത് നമ്മുടെ ഒരു ഫീലാണ്. എന്നാലും അതിലെന്തോ ഉണ്ട്. അതാണ് അല്ല ഇപ്പം ഈ പാഷനേറ്റ് ആയിട്ടുള്ള ഈ ഉടമസ്ഥരെ കാണുമ്പം നിങ്ങൾക്കും പ്രത്യേക ഒരു സ്നേഹമാണ്. കാരണം അയാൾ ആ വണ്ടിക്ക് കൊടുക്കുന്ന മൂല്യവും വിലയൊക്കെ കണ്ട് ആ പ്രണയമൊക്കെ കണ്ട് നമുക്കും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നാറുണ്ട്. സ്ട്രഗിൾസ്, ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം റിലേഷൻസ്, ഇതെല്ലാം ആ വർക്ക്ഷോപ്പിലുണ്ടാവാം. ചേട്ടാ എന്ന് പറയുന്ന ആ ബൈക്കുമായിട്ട് ആ ബുള്ളറ്റുമായിട്ടുള്ള ബന്ധമാണ് സന്തോഷമായിട്ട് പ്ലഗ് ഇൻ ചെയ്യുന്നത്, അല്ലാണ്ട് അയാൾ കൊണ്ടുവരുന്ന പൈസയല്ല. തീർച്ചയായിട്ടും. കാരണം പൈസ കൊടുത്ത് പണിയാൻ നീ വേറെ കൊടുത്തോടെ എന്ന് പറയും. അങ്ങനെ ഇമോഷണലി കണക്ട് ചെയ്ത് ഇപ്പം സന്തോഷം അറിയാം ഈ ബുള്ളറ്റ് ഒരു പക്ഷേ ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പം രക്ഷപ്പെടില്ല. ചില ഡോക്ടർമാരുടെ അടുത്ത് ക്യാൻസർ പേഷ്യൻ്റൊക്കെ വരുന്നതാണ്. എങ്കിലും ആ പെൺകുട്ടിയുടെ ഇല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ അവൻ ആ ബുള്ളറ്റിനുള്ള പ്രണയം വെച്ച് ഞാനൊന്ന് നോക്കിയേക്കാം, അങ്ങനെയുള്ളൊരു സ്റ്റോറി. തീർച്ചയായിട്ടും. ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഈ കാലം അത്രയും ബുള്ളറ്റിൻ്റെ ഈ മേഖലയിൽ ജോലിയെടുത്ത് അത്രയും കാലത്തും ഇപ്പം പൊതുവെ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നമുക്കിഷ്ടമുള്ള നമുക്ക് ആപ്റ്റാകുന്ന കസ്റ്റമർ മാത്രമേ നമുക്ക് അവരുടെ പണിയെ എടുക്കാനൊക്കത്തുള്ളൂ. വേറെ ഒന്നുമല്ല, ആ ബുള്ളറ്റിനോട് അത്ര പ്രണയമുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ഇത് ചില പേരിന് അത് ഒരു വണ്ടി എന്നുള്ള രീതിയിലൊക്കെ വന്ന് എന്നോട് സംസാരിക്കുമ്പം എനിക്ക് ദേഷ്യം തോന്നാറ്. വേറെ ഒന്നുമല്ല, ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റിനെ പറ്റി അവരങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മളതിനെ സ്നേഹിക്കുന്നതും സന്തോഷിച്ച് പണിയെടുക്കുക, ആ സന്തോഷം പോകാൻ പാടില്ല. അപ്പം നമ്മൾക്ക് വരുന്ന ഓപ്പോസിറ്റ് വരുന്ന കസ്റ്റമറും ആ ഒരു പരിഗണന കൊടുത്ത് അവരാ ബുള്ളറ്റിനെ എത്ര സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ നമുക്ക് പണിത് കൊടുക്കാനാണ് തോന്നാറ്. ഇപ്പോൾ ചില ഭ്രാന്തന്മാരൊക്കെ ഉണ്ടല്ലോ. അതെ, ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞാൽ രാവിലെ ഇവന് ഈ ബുള്ളറ്റ് കണ്ടില്ലെങ്കിൽ വിറയലാണ്, ഇവന് ബുള്ളറ്റിനോട് സംസാരിച്ചില്ലെങ്കിൽ വിറയലാണ്. ഇപ്പം സന്തോഷം പണിയാനെടുത്താലും അവിടെ വന്ന് കംഫർട്ടബിളായോ, എന്തായി സന്തോഷേട്ടാ നടന്നോ, എന്നിട്ട് ഞാൻ പോയിട്ട് വരാം, എന്നിട്ട് അപ്പുറത്ത് ഒരു ചായ കുടിച്ചിട്ട് പിന്നെയും വരും. ഷെടാ ഇവൻ ആക്ച്വലി ഇല്ല പശുവിനെ കെട്ടിയിട്ടാണ് ഇതിനോടുള്ള പ്രണയമാണ്, അല്ലാണ്ട് സന്തോഷേട്ടൻ്റെ അടുത്തുള്ള സംശയമൊന്നുമല്ല. ഇങ്ങനെയുള്ള വട്ട് കേസുകളൊക്കെ വരാം. തീർച്ചയായിട്ടും അതും വലിയ ബുദ്ധിമുട്ടാണ്. അതങ്ങനെയുള്ളവരും വരും. അതല്ലേ ശരത്ത് അങ്ങനത്തെ ഒരു വട്ട് കേസാണോ? ശരത്തൊക്കെ നമ്മൾ ക്യൂട്ടായ ഒരു കഷ്ടമാണല്ലേ. അതാണല്ലോ. അതെ, രാവിലെ വണ്ടി കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ നടന്ന് കറങ്ങും. അങ്ങനെയൊന്നുമില്ല. ഇല്ല. അപ്പോൾ അങ്ങനത്തുള്ള വട്ട് കേസുകൾ വരാറുണ്ട്. ഉണ്ട്. അത് ശരിക്കും കുറച്ചൊക്കെ ഞാനെപ്പോഴും പറയുന്നത് നമ്മൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും മനസ്സിലാക്കിയിരിക്കുന്ന പകുതിയെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവുള്ളൂ, പകുതി കസ്റ്റമർക്കാണ് കംപ്ലൈൻറ്റ്. തീർച്ചയായിട്ടും സാറേ, ഇത്രയും നമ്മളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, പകുതി കസ്റ്റമേഴ്സിനാണ് കംപ്ലൈൻറ്റ്. രാവിലെ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് ഈ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അവനാകെ കംപ്ലൈൻ്റ് ആയി വണ്ടി. ഒന്നും ശരിയല്ല. ആ ലാഘവത്തോടു കൂടിയാണ് നമ്മുടെ ഇതാരെയോ വെച്ച് പറയുന്നു എന്നൊരു തോന്നല്. ആ ലാഘവത്തോടു കൂടിയാണ് ചേർത്ത് നിനക്ക് എൻഫീൽഡ് അല്ലേടാ. അപ്പം ആ ലാഘവത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ കംപ്ലൈൻറ്റ് മാറില്ല. അപ്പം നമ്മളതിന് വരുന്ന കസ്റ്റമറെ ഒന്ന് പഠിക്കുക. ആ കസ്റ്റമറെ ഒന്ന് ഞങ്ങൾക്ക് ആദ്യമൊക്കെ കമ്പനിയിൽ പോലും നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു, HR ട്രെയിനിങ്ങും അങ്ങനെയുള്ളതൊക്കെ തരുമ്പം നമ്മൾക്ക് കുറേ മോട്ടിവേഷനൊക്കെ തരുന്നത്. അതൊക്കെ നമ്മുടെ മനസ്സിലുള്ളപ്പം ആ സാധനമൊക്കെയാണ് നമ്മൾ അടിക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് അടിച്ചു കൊടുക്കുക. അപ്പം അവരെ ആദ്യം ഒന്ന് സന്തോഷിപ്പിക്കുക, അത് കഴിഞ്ഞ് വണ്ടിക്ക് എന്തെങ്കിലും അവരെ ഒന്ന് തൃപ്തിപ്പെടുത്താനായിട്ട് ചെയ്തു കൊടുത്താൽ തീരും പ്രശ്നങ്ങൾ. വണ്ടിയും റെഡിയായി അവരും. വണ്ടി ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലേ? ബുള്ളറ്റ് എൻഫീൽഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ബൈക്കുകളൊക്കെ ഒരു വികാരമാണ്. എന്താണ് ഈ ആക്ച്വലി ഇപ്പോൾ താങ്കളുടെ ലൈഫിൽ നമ്മളെന്താണ് ഈ എൻഫീൽഡിനെ ബാക്കിയുള്ള ബൈക്കിൽ നിന്നും ഒരു ഭയങ്കര ബോണ്ട് നമ്മളുടെ ഈ കേരള ജനതയ്ക്ക്, കേരളത്തിലെ പ്രത്യേകിച്ചും 80s 90s കിഡ്സിൻ്റെ ഒരു ജന്മവികാരം എന്ന് പറഞ്ഞ് മാറാനുള്ള റീസൺ എന്തായിരിക്കാം? അതിൻ്റെ സൗണ്ടാണോ? സൗണ്ട് തന്നെയല്ല അതിൻ്റെ ഏറ്റവും വലിയ. ഇപ്പം ഷെഫിനാണേലും ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഒരു മനസ്സിലെന്തോ ഒരു ഇതില്ലേ, അതൊരു ഫീലാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ജനിക്കുന്നതിനൊക്കെ മുമ്പ് ഏകദേശം നമ്മൾക്കിപ്പോൾ ഒരു 50 55 വയസ്സായിക്കോട്ടെ, അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഈ റോഡിലുള്ള ഒരു പ്രോഡക്റ്റ് ഇന്നും അതേ രീതിയിൽ തന്നെ തുടർന്ന് പോകുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു തിരിച്ചുവരവല്ല. ഇടയ്ക്ക് പോയല്ലോ. പോയിട്ടും അത് ആ കമ്പനി പോലും ഒറ്റ ദിവസം പോലും ഷട്ട് ഡൗൺ ചെയ്യാതെ
ഈ കണ്ട കാലം അത്ര ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് തിരിഞ്ഞു നോക്കേണ്ടിയ ഇല്ല. അവരെ കോമ്പറ്റീഷൻ ചെയ്യാനായിട്ട് വേറെ ഒരു ഹാർലി പോലും ഇല്ല, ഒന്നുമില്ല. അത് വേറെ ഇത് വേറെ. ഇത് ഓടിക്കുന്നവൻ ഇതേ ഓടിക്കും. ഷെഫ് കണ്ടിട്ടുണ്ടോ? ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊരു 55 60 ഒക്കെ മോഡലിലും അന്ന് ആ പെട്രോൾ ടാങ്കിൽ ഒരു ഗോൾഡ് ലൈനും ഒരു ബ്ലാക്ക് വണ്ടി അന്ന് ആ മനസ്സിലുണ്ടല്ലേ? ഉണ്ട്. ഇന്നും ആ കമ്പനി അതേ ആ ഒരു പ്രോഡക്റ്റ് തന്നെ, കാര്യം മാറി, എഞ്ചിനും മാറി, അതിൻ്റെ ഇതെല്ലാം മാറി, പാർട്സ് എല്ലാം മാറിയെങ്കിലും ആ ഒരു മദർ മോഡലായിട്ട് ഇപ്പോഴും അതിനെ ഇറക്കുന്നില്ലേ? അതെ. ഏകദേശം ഒരു കോളേജിൽ പോകുന്ന സമയം ഒരു 18 വയസ്സുള്ള ഒരു പയ്യന് ലൈസൻസ് കൊടുക്കുമ്പം അറിവുള്ളവരാണ് കഴിവതും ബുള്ളറ്റാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ആ പയ്യനും ഉപയോഗിക്കുന്നുണ്ട്. ഇന്നൊരു മാക്സിമം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ റൈഡൊക്കെ വരുന്നവരുണ്ട്, ഒരു 77 വയസ്സൊക്കെയുള്ള ആൾക്കാരുണ്ട്. അവരും ഓടിക്കുന്നതും ഈ വണ്ടിയാണ്. തമ്മിലൊന്ന് ഓർത്ത് നോക്കി, ഒരേ പ്രോഡക്റ്റ് ഇതെല്ലാം യങ്ങായിട്ടുള്ള ആൾക്കാരും പ്രായമുള്ളവരും എല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൊരു സത്യമില്ലേ? അതുകൊണ്ടാണോ അത് സന്തോഷം അതിനെ റോയൽ എൻഫീൽഡ്? തീർച്ചയായിട്ടും അതാണ് റോയൽ എൻഫീൽഡ് എന്നുള്ള ആ ഒരു ഇത്, റോയൽ ഐഡൻറ്റിറ്റി. റൈഡ് ലൈക്ക് എ കിങ് അല്ലേ? അതിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് ഹാർലിയിലായാലും വേറെ ഏത് ബൈക്കിലായാലും കിട്ടണമെന്നില്ല. അച്ഛനായാലും അപ്പൂപ്പന്മാരായാലും പഴയ ഹീറോസ് ആയാലും, അത് ജയനാവട്ടെ, നസീറാവട്ടെ, ഉമ്മറാവട്ടെ, ആരുമാവട്ടെ, ലാലേട്ടനാവട്ടെ, മമ്മൂക്കയാവട്ടെ, സുരേഷ് ഗോപി ആവട്ടെ, ആ എൻഫീൽഡിലിരുന്ന് വരുന്ന വരവ് കാണാൻ ആരും ഒന്ന് കൊതിച്ചു പോകും. ശരിയല്ലേ? തീർച്ചയായിട്ടും. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് സന്തോഷ്, ഹു ഇസ് എ magician with Enfield. Let's continue this conversation after a break. Welcome back. You are in conversation with Santosh, who is a magical mechanic in Shine with Nalan. We are continuing the conversation with a divine tea. Please. Thank you. ഇതിന് ഡിവൈൻ ടീ എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ എൻഫീൽഡ് എന്ന് പറയുന്ന ഒരു ബൈക്കിൻ്റെ ജേണിയാണ് നമ്മൾ സന്തോഷേട്ടനിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നത്. സന്തോഷേട്ടൻ ഈ എൻഫീൽഡിനെ പലരും പല രീതിയിൽ ചേർത്ത് പിടിക്കുന്ന ആളുകളുണ്ട്. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് 7 8 പഴയ ബുള്ളറ്റ് അയാൾ പണിഞ്ഞ് വെച്ചിട്ട് നോക്കാനും ഒന്നും ആരുമില്ലാണ്ട് അത് കൊടുത്തു കളഞ്ഞു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. അങ്ങനെ താങ്കൾക്ക് പ്രയാസം തട്ടിയിട്ടുള്ള, വിഷമം തട്ടിയിട്ടുള്ള മുഹൂർത്തം ഈ ജേണിയിൽ, അതായത് എനിക്കത് കിട്ടിയിരുന്നതിന് എന്നോടൊരു വാക്ക് അങ്ങനെ മിസ്സായിപ്പോയി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കൊരു പഴയ ഒരു റോയൽ എൻഫീൽഡ് ഇതുപോലൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ അതുപോലെ കൊണ്ട് നടന്ന ഒരു പുള്ളി അത് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണേലും എന്ത് നഷ്ടപ്പെടുത്തിയാണെങ്കിലും നമ്മളത് എടുക്കും. പക്ഷെ ഇത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു സമയത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇത് ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ മേലായിരുന്നു, ഞാനത് കൊടുത്തു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളോട് തന്നെ പറയാൻ മേലായിരുന്നു, നമ്മളത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണേലും കാണാമല്ലോ. അപ്പം അവർക്കൊക്കെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും അവരല്ലാതെ ആ വണ്ടി വേറെ ഒരാൾ ഉപയോഗിക്കുന്നവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് കാരണം തരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അവർ നമ്മുടെ ഇതിൽ പോലും തരാതെ അവർ പുറത്ത് കൊടുത്ത്, അവർക്കത് കാണുകയേ വേണ്ടെന്ന്. അങ്ങനെയൊക്കെയുള്ള അറ്റാച്ച്മെൻറ്റ് പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഒക്കെ നമുക്കൊരു ഇതൊക്കെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആ വില അന്നേരമാണ് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ അവരല്ലാതെ ഒരാൾ ആ വണ്ടി കൊണ്ട് നടക്കാൻ അവർക്ക് താല്പര്യമില്ല. അവരെ കണ്ണുമെട്ടത്ത് പാടില്ല. അതാണ് ഇവിടെ മാറി എവിടെയോ ഉണ്ടെന്നുള്ള ഒരു ചിന്ത. അത് അങ്ങനെയൊക്കെ കുറേ ഫാമിലി മെമ്പറാണ്. തീർച്ചയായിട്ടും. എനിക്ക് തന്നെയാണേലും ഇപ്പം ഇവിടെ ആണേലും ചില ഫാമിലിയുടെ ഓരോ ഫങ്ഷനൊക്കെ വരുമ്പം എന്നെ അവർ വിളിക്കുകയും, അപ്പം ഞാൻ ഓർക്കും ഈ പ്രോഡക്റ്റിനെ കൊണ്ടുള്ള ഇതുകൊണ്ടല്ല എന്നെയും കൂടെ അവർ വിളിക്കുന്നത്. ഇല്ലെങ്കിൽ അവരുമായിട്ടൊരു ബന്ധവും ഇല്ലാതെ നമ്മൾ അതുപോലെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഈ ബുള്ളറ്റിനുള്ള ബന്ധം കൊണ്ടാണ്. അതൊരു വലിയ സത്യം തന്നെയാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിലും ആ ബുള്ളറ്റ് പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കും അല്ലേ? തീർച്ചയായിട്ടും. എത്രയോ ബുള്ളറ്റുകൾ താങ്കൾ കണ്ടിരിക്കുന്നു. പക്ഷെ ഇന്നും താങ്കളുടെ വർക്ക്ഷോപ്പിൻ്റെ മുമ്പിലൂടെ താങ്കളുടെ പരിസരത്തിലൂടെ അല്ലേ ആ വണ്ടി യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ താങ്കൾ തിരിഞ്ഞു നോക്കും. ശരിയല്ലേ? അതെ. എന്താണ് അതിന് കാരണം?
അതൊക്കെ അത് ആ പഴയ വണ്ടി എന്നുള്ളത് ആൾക്കാരുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴത്തെ പുതിയ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണേലും ആദ്യം വന്ന് ചോദിക്കുന്ന പഴയ വണ്ടി ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴുള്ള അവരുടെ ഫസ്റ്റ് ചോയ്സ് പഴയ വണ്ടി എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പഴമയുള്ള ആ ഒരു ഇതിൽ നമുക്ക് 2010 വരെ വന്ന വണ്ടിയുണ്ട്, അതുവരെ കിട്ടി. അതിനുശേഷം നമുക്കിപ്പോൾ ഈ പൊല്യൂഷൻ്റെയും മറ്റുള്ള പ്രോബ്ലമൊക്കെ കാരണം ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കമ്പനി ഓരോ മോഡലും മാറ്റി പൊല്യൂഷൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിലുള്ള വണ്ടികളാണ് ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടിയുടെ ഇപ്പോഴും ആ മോഡലുണ്ടെങ്കിൽ ഷോറൂമിലുണ്ടെങ്കിൽ ആ വണ്ടി പോയിട്ടേ ഉള്ളൂ പുതിയ വണ്ടി പോവുള്ളൂ. എന്ന് വെച്ചാൽ അതെടുക്കാൻ അന്ന് ഏകദേശം 2010 ഓൺ ദ റോഡ് വന്നത് 74,000 രൂപയാണ് ഓൺ ദ റോഡ് വണ്ടിക്ക് വന്നത്. ആ വണ്ടി ഇന്ന് സെക്കൻഡ് ഹാൻഡ് ഇത്രയും വർഷം ഉപയോഗിച്ചിട്ടും അത് സെക്കൻഡ് ഹാൻഡ് കൊടുക്കുന്ന 2 ലക്ഷം പറഞ്ഞാലും ആൾക്കാർ അത് കുത്തിക്കൊണ്ട് പോകും. അത്ര മാർക്കറ്റാണ് അതിന്. അപ്പം അതൊക്കെയാണ് ആ ഒരു ജുവലറിയാണ്. തീർച്ചയായിട്ടും ബുള്ളറ്റും വീഞ്ഞും ഒരുപോലാന്ന് പറയും, അതുപോലെയാണ്. അതൊരു വലിയ സംഭവം തന്നെയാണ്. അതൊരു വലിയ അസറ്റായിട്ട് ആൾക്കാർ വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ഉണ്ട് സ്വന്തം പിള്ളേരെ വണ്ടിയുടെ പെട്രോൾ ടാങ്കിൽ ഇരുത്തിക്കൊണ്ട് പോകുകയല്ലാത്ത ആൾക്കാരുണ്ട്. അത്രയും സൂക്ഷിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അവരുടെ ആ പെട്രോൾ ടാങ്കിൽ സ്ക്രാച്ച് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തം മക്കളെ. അപ്പം നമ്മളതിന്റെ അപ്പൊ സ്വന്തം മകൻ സ്വന്തം ഭാര്യ എന്ന് പറയുന്നത് ബുള്ളറ്റാണ്. ബുള്ളറ്റ് കഴിഞ്ഞിട്ടേ ഉള്ള എന്തും ഓടിച്ചില്ലേലും അവിടെ കയറ്റി വെക്കുക. അതുപോലെ ഇനി എനിക്ക് ഉപയോഗിക്കാൻ മേലേലും മക്കൾക്ക് പോലും കൊടുക്കാത്ത അപ്പന്മാരുണ്ട്. തീർച്ചയായിട്ടും. സന്തോഷേട്ടാ, ഏകദേശം 18 വർഷമായി അല്ലേ? എത്ര വർഷം? 42 വർഷത്തെ ജേണിയാണ് സംസാരിക്കുന്നത്. ഓ മൈ ഗോഡ്, 42 വർഷത്തെ ഈ ജേണിയിൽ ഞാൻ സന്തോഷേട്ടനോട് ചോദിക്കാം, ഒരുപാട് പുതിയ ടെക്നോളജികൾ വന്നു, ഒരുപാട് പുതിയ 4 വീൽസും 2 വീൽസും എല്ലാം വന്നു. ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡായി. എന്നിട്ടും താങ്കളുടെ ഈ ജേണിയിൽ താങ്കളുടെ ഫേവററ്റ് എവർഗ്രീൻ വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? ഫസ്റ്റ് പറയാനുള്ള ബുള്ളറ്റേ ഉള്ളൂ. ബുള്ളറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. റോയൽ എൻഫീൽഡ് അത് ഒരു വികാരം തന്നെയല്ലേ ഈ പറഞ്ഞ പോലെ. പലയിടത്തും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ് എൻ്റെ ബുള്ളറ്റിനോടുള്ള പാഷനായിട്ട് വരുന്നവരോട് ഞാൻ ചോദിക്കും, വണ്ടി ഏതെടുക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇയർ പറയും. വേറെ ഒന്നുമല്ല, ഒന്ന് ഓർത്ത് നോക്കിക്കോ, ഷെഫ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഷെഫിൻ്റെ പ്രായമുള്ള ഒരു ബുള്ളറ്റ് ആ സെയിം ഏജിലുള്ള ഒരു വണ്ടിയും കൊണ്ട് പോകുന്ന ഒരു ഫീൽ അതാണ്. ഒരു പക്ഷേ ഞാൻ ജനിച്ച ദിവസം ജനിച്ചത് തന്നെ കാണും, കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഒരു ബയോഡാറ്റ ഉള്ള വണ്ടി അവിടെയും കിട്ടും. അത് എത്ര വർഷം ബാക്കിലോട്ട് പോയാലും ബുള്ളറ്റിന് മാത്രം അല്ലേ ഒരു സ്വകാര്യ അഹങ്കാരം. തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞില്ലേ, നമ്മൾ ഏത് വണ്ടിയെ പോയാലും ബുള്ളറ്റാണോ അത് ബുള്ളറ്റ് തന്നെയാണ്. വേറെ ഒരു വണ്ടിയിലും മാറ്റി അതിന് കട പിടിക്കാൻ വേറെ ഒരെണ്ണം ഇല്ല. ഈ 42 വർഷത്തിൽ എത്ര ബുള്ളറ്റ് ജീവിതത്തിലൂടെ കടന്നുപോയി കാണും? ലക്ഷങ്ങൾ. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ മേഖല മാത്രമായതുകൊണ്ട് ഞാൻ സത്യമായിട്ട് പറഞ്ഞാൽ നമ്മളവിടെ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന 2 വീലർ സ്കൂട്ടറും അങ്ങനെയുള്ളതുണ്ട്, അതുപോലും ഞങ്ങൾ വർക്ക്ഷോപ്പിനകത്തോട്ട് കയറ്റാറില്ല. അതെന്താന്ന് വെച്ചാൽ വരുന്ന കസ്റ്റമർക്ക് പോലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളാണ്. അവർ ചോദിക്കുക എന്താ ഈ വണ്ടി തീർച്ചയായിട്ടും ബുള്ളറ്റ് ഉള്ളിടത്ത് ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ, അതിന് പകരം വെക്കാനായിട്ട് പറ്റില്ല. ബുള്ളറ്റ് പ്രേമികൾക്ക് അത് മനസ്സിലാവില്ല. തീർച്ചയായിട്ടും അത് ഒരു ഇപ്പം നമുക്ക് കാസർഗോഡ് നിന്ന് നമ്മുടെ കൂട്ടത്തിൽ തന്നെ റൈഡ് വരുന്ന പിള്ളേരുണ്ട്. അവരെല്ലാവരും കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് അവർ ദിവസങ്ങളോളം ഇവിടെ നിന്നിട്ട് വരെ പണിയെടുപ്പിച്ചിട്ട് പോകുന്നവരുണ്ട്. ഇപ്പോൾ കുറേ പേരുകളുണ്ടല്ലോ, ക്ലാസിക് അങ്ങനെയൊക്കെ. ഈ ബുള്ളറ്റിന് പണ്ട് അങ്ങനെ പേരുകളുണ്ടായിരുന്നു. അന്ന് നമ്മളൊക്കെ പണി പഠിക്കുന്ന സമയത്ത് ആകെ 2 മോഡലേ ഉള്ളൂ, ഒരു ഡീലക്സും ഒരു സ്റ്റാൻഡേർഡും. ഡീലക്സ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും, റെഡ് കളറ്, 2 മഡ്ഗാർഡ് പ്ലേറ്റിങ്, 2 ട്രിവാൻഡ്രം സൈഡിലേക്കൊക്കെ ഞങ്ങൾ പറയും അന്ന് പീകോക്ക് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറുണ്ട്. അത് പ്രത്യേകം ഒരു നല്ലൊരു കളറാണ്, മെറ്റാലിക്ക കളർ. അത് മെറ്റാലിക്കാണ്. മറ്റേ ഇന്നിപ്പോൾ അതെല്ലാം ആ മോഡലൊക്കെ മാറി. അന്ന് ഡീലക്സ് 2 മോഡലേ വണ്ടിയുള്ളൂ. ഒന്ന് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ മദർ മോഡലാണ്. അത് ബ്ലാക്കിൽ ഗോൾഡ് പെട്രോൾ ടാങ്കിൽ. അത് ഇപ്പോഴും നോക്കിയാലേ റോഡ് സോയ്സും ബുള്ളറ്റും മാത്രമേ ഉള്ളൂ. ഇത് കുറേ ഇത് കൈകൊണ്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ ബുള്ളറ്റിൽ നോക്കിയാൽ അറിയാം, നെറ്റിൽ നോക്കിയാൽ അറിയാം, നമ്മൾ ആ ഗോൾഡ് ലൈൻ ഒരാൾ കൈകൊണ്ട് വരയ്ക്കുന്നത്.
ഇത്രയും ടെക്നോളജിയൊക്കെ ആയിട്ടും ഇപ്പോഴും അവർ ആ ഒരു മദർ മോഡലിൻ്റെ ആ ഇത് ഐഡൻറ്റിറ്റി കൊടുക്കുന്ന അവധിലാണ്. അപ്പം ആ കൈകൊണ്ട് ഇപ്പോഴും നമ്മൾ പണിയുമ്പോഴും ആൾക്കാർ പറയും ചിലർക്ക് അത് ആ ഗോൾഡ് അങ്ങനെ ഒറിജിനാലിറ്റി വേണം, സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ചാൽ പറ്റില്ലെന്ന് പറയും. അപ്പോൾ അതിന് കോട്ടയത്തൊരു ആളുണ്ട്, പുള്ളി സിമ്പിളായിട്ട് അത് വരച്ചു തരും. അതുവരെ ആൾക്കാർ നോക്കിയേ ചെയ്യുള്ളൂ. അപ്പം ഇന്നത്തെ കാലം മാറി, പുതിയ പുതിയ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും കഴിവതും അവർ ആ ടച്ച് മാറ്റാതെ തന്നെ ഇപ്പോഴും ഇപ്പോഴും സ്റ്റാൻഡേർഡ് ഇറക്കുന്ന ആ മോഡലിൽ തന്നെ ഇറക്കുന്നത്. ഇഞ്ചനൊക്കെ മാറിയെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. 2 വീലേഴ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷേ ഒരുപാട് മൊബൈൽ അഡിക്ഷനും ഡ്രഗ് അഡിക്ഷനും അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് പോകണം. ഈ റൈഡും ഈ ബുള്ളറ്റും ഒക്കെ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് ലെസൺസും സെഷൻസും കൊടുത്താണോ നിങ്ങൾ ഇവരെ ഫീൽഡിൽ ഇറക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു കസ്റ്റമർ പുതിയതായിട്ട് വന്നിട്ട് ഇതിൽ കസ്റ്റമൈസേഷൻ എന്തായാലും ഇതിൽ വരും, പിള്ളേർ അവരവരുടെ ചോയ്സ് അനുസരിച്ച്. പക്ഷേ അതിൽ നമുക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. അത് ചെയ്യാവൂ. തീർച്ചയായിട്ടും നമ്മൾ റൂളും കാര്യങ്ങളും എല്ലാം വന്ന് ഞാനെപ്പോഴും പറയാറുണ്ട് എന്ന് വെച്ചാൽ ഒരു വണ്ടി എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്തു ഒരു കാരണവശാലും ഒരു ട്രാഫിക് പോലീസിൻ്റെയോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസർമാരുടെ മുന്നിലോ അവർ നിൽക്കാൻ പാടില്ല. നമ്മൾ അലൗഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഒരു സൈലൻസർ ആണേലോ ഇല്ല ഒരു ഹാൻഡിലാണേലോ റെക്കമെൻഡഡ് ആയിട്ടുള്ള പാർട്സുകൾ മാത്രമേ നമ്മൾ അത് 2 കാര്യമാണ്. ആ യാത്ര ചെയ്യുന്ന ആ കസ്റ്റമറുടെ ജീവന് തന്നെ ഭീഷണിയാണ് നമ്മൾ പല മോഡൽ. പിന്നെ ഓവറായിട്ട് സൈലൻസർ ഉണ്ടാകുമ്പം നമ്മൾ ഈ റോഡിൽ തന്നെ പല ആൾക്കാരും പ്രായമുള്ളവരൊക്കെ ഉണ്ട്, നല്ല സൗണ്ടോട് കൂടി പോകുമ്പം അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അവർ പേടിച്ചു പോകും. നമുക്കിപ്പോൾ ആണെങ്കിലും നമുക്കറിയാം, വളരെ ആൾക്കാർ നടന്നു പോകുന്നവരും ആ ഒരു സൗണ്ട് മതി അവർക്ക് പേടി കിട്ടാനൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പാടില്ലെന്ന് തന്നെ നമ്മുടെ വശം. പിന്നെ കഴിവതും ചെയ്യാതെ തന്നെ ഇരിക്കും. പിന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾ പുറത്ത് കൊടുത്ത് ജയിച്ചോളാൻ പറയും. നമ്മളൊന്നില്ലേലും ഈ 40-42 കൊല്ലമായിട്ട് ഈ മേഖലയിൽ ജോലിയെടുക്കും. അപ്പം മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുപോലെ തന്നെ സേഫ്റ്റിയുടെ ഫീച്ചേഴ്സ് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ജാക്കറ്റ് ആണെങ്കിലും ഹെൽമെറ്റ് ആണെങ്കിലും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് അതുകൂടെ വാങ്ങിക്കാമെങ്കിൽ ഇതിൻ്റെ ജീവന് സുരക്ഷയുള്ളത് മാത്രമേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലി ഒരു ഹെൽമെറ്റ് പറയുവാണെങ്കിലും ഞാൻ പറയും വെയിറ്റുള്ള ഹെൽമെറ്റേ എടുക്കാവുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഫോറിനേഴ്സിനെ കൊണ്ട് ഈ റൈഡ് പോകുമ്പോഴാണേലും പല കസ്റ്റമേഴ്സും അവിടുന്ന് തന്നെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വരെ ഹെൽമെറ്റ് കൊണ്ടുവരുന്നവരുണ്ട്. അവരൊക്കെ അത്രയും സേഫ്റ്റി എന്ന് വെച്ചാൽ നമ്മളുടെ ഹെഡ് ഇഞ്ചറി ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് വീട്ടുകാർക്കും ബാധ്യതയാണ്. അപ്പം അതൊക്കെ കൊണ്ട് നമ്മളെപ്പോഴും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഇതിൻ്റെ അവയർനെസ് മസ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും. ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ പഠിക്കുന്നത് പോലെ തന്നെയാണ് ഒരു വിവാഹത്തിന് മുമ്പ് ഇല്ലെങ്കിൽ ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങൾ, ഇപ്പോൾ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഓരോ സിറ്റുവേഷനും അതിൻ്റേതായ ഒരു അവയർനെസ് കൊടുക്കണം എന്നുള്ളതും കുട്ടികളിൽ ആ അവയർനെസ് ചെന്നാൽ അവരതനുസരിച്ച് പാലിക്കാൻ ബാധ്യസ്ഥരാകും എന്നുള്ളത് സത്യമല്ലേ? തീർച്ചയായിട്ടും. ഒരു എല്ലുണ്ട കാഴ്ചയുണ്ട്, പിടിച്ചു. താങ്ക് യു. 42 വർഷം കൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള താങ്കളുടെ ഈ ഒരു മെസ്സേജ്, അതായത് 2 വീലർ എസ്പെഷ്യലി ബുള്ളറ്റ് ഇല്ലെങ്കിൽ എൻഫീൽഡ് ഒരാഘോഷമല്ല, ഒരാസ്വാദനമാണ്. ആസ്വദിക്കൂ, അത് റൈഡ് ചെയ്യുമ്പോൾ ആസ്വദിക്കൂ, അതിനോടുള്ള ദിനങ്ങൾ ആസ്വദിക്കൂ, അല്ലേ? അത് ഫാമിലിയായിട്ട് സഞ്ചരിക്കുമ്പോൾ ആസ്വദിക്കൂ, അതിലിരിക്കുമ്പോൾ ആസ്വാദനം കൂട്ടാൻ വൃത്തിയുള്ള ഹെൽമെറ്റുകൾ ഉപയോഗിക്കൂ. അതുകൊണ്ട് നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടോ? ഞാൻ ടേസ്റ്റ് ചെയ്താ. So you're in conversation with Santosh TD, as a mechanic from Cochin, and his guidelines how to ride the Royal Enfield. Thank you. We'll be back after a break. Welcome back to Shine with Nalan. You are in conversation with Santosh TD. As I said, the magical mechanic. സന്തോഷ് ചേട്ടാ, ഈ പറയുന്ന എൻഫീൽഡ് സ്റ്റോറീസാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 42 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത്. ഈ 42 വർഷവും ഒരു വണ്ടിയും കൊണ്ട് താങ്കൾ പറയാൻ നടക്കുന്ന ആളുണ്ടോ? ഏകദേശം ഒരു 40 വർഷമായ വണ്ടിയുണ്ട്. ഒരു ആലപ്പുഴയിലുള്ള ഒരു വിശ്വൻ ചേട്ടനുണ്ട്. പുള്ളി ഇപ്പോഴും ഇപ്പോൾ പുള്ളിക്ക് വയ്യ, അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നു. എന്നാലും അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അന്വേഷിച്ച് വരും. ആ ബന്ധമുണ്ട്, അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
അതൊക്കെ ഒരു സന്തോഷം. എനിക്ക് സുസുക്കി ഷോഗണായിരുന്നു അതെ അതെ. എൻ്റെ അച്ഛനും അമ്മയും കൂടെ ആദ്യം വാങ്ങിച്ചു തന്ന ബൈക്കാണ്. ഞാൻ ഇതാണൊക്കെ ഗൾഫിൽ പോയ സമയത്ത് എടുത്ത് അകത്ത് വെച്ച് ഇന്നും അത് ഉണ്ട്. എന്നിപ്പോൾ ഫൈനലി എൻ്റെ റിക്വസ്റ്റ് പ്രകാരം എനിക്ക് ഫിനിഷ് ചെയ്യുന്ന തന്നൊരു വ്യക്തിത്വം. കാരണം വേറൊരു വണ്ടിയും ചെയ്യത്തില്ലെങ്കിലും താങ്കളുടെ റെക്കമെൻഡേഷനിലാണ് ഇന്ന് അതിനെ ബാക്കിൽ ഷോറൂം കണ്ടീഷനാക്കി ഞാൻ കൊണ്ട് വീട്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഒരു വികാരമാണ്. ഇപ്പം ഓരോ ബൈക്കും ഒരു ഒരു അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു വലിയ വികാരമാണ് ബൈക്കിൽ പോവുക എന്നുള്ളത്. ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ 40 വർഷവും 42 വർഷവും ഇതിൻ്റെ കൂടെ ജീവിച്ചിട്ട് മടുപ്പ് തോന്നിയിട്ടില്ലേ? ഒരിക്കലും ഇല്ല. നമ്മൾ പ്രണയിക്കുമല്ലേ, നമ്മളെന്നും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരുക ഇതിൻ്റെ കൂട്ടത്തിൽ. കാരണം ഇപ്പം മെക്കാനിക് എന്ന് പറയുമ്പോൾ രാവിലെ ഇതിനകത്ത് കയറണം, നമ്മൾ സ്പാൻഡറും എടുത്ത് കയ്യിൽ ഗ്രീസൊക്കെ പറ്റി അഴുക്ക്. അത് വലിയ ക്ലിനിക്കലി ഒരു വൈറ്റ് കോളർ ജോബൊന്നും അല്ലല്ലോ, ആണോ? അല്ല. അപ്പോഴായിരിക്കും പെണ്ണുമ്പോൾ വിളിച്ചിട്ട് നിങ്ങളെ എത്ര പ്രാവശ്യം വിളിക്കണം, ഞാൻ അരി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ആ പുല്ല് എന്ന് പറയുന്ന. കാരണം നമുക്ക് പ്രണയം, അപ്പോൾ കുടുംബജീവിതം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൻ്റെ അടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഡോക്ടർ ഇരിക്കുന്ന കണക്കാം. അങ്ങനെ ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ബുള്ളറ്റ്. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം തിരുവോണത്തിനന്ന് ഞങ്ങൾ നാട്ടിൽ പോകാനായിട്ട് എല്ലാം റെഡിയായി, ഭാര്യയോടും എല്ലാവരോടും പറഞ്ഞു റെഡിയായി നിന്നു. ഞാൻ ജസ്റ്റ് ഒരു വണ്ടി ഡെലിവറി കൊടുത്തിട്ട് തിരിച്ചു വരാം എന്നും പറഞ്ഞ്, അത് ഉത്തരാദിത്തത്തിൻ്റെ അന്ന് അവർ റെഡിയായി നിന്ന്. അപ്പം ഒരാഴ്ചത്തേക്ക് പോകുമ്പം എല്ലാം വീട്ടിലും എല്ലാം ക്ലീനാക്കി പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ചു ചെല്ലുന്ന വൈകുന്നേരം 5 മണി കഴിഞ്ഞാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. അതുപോലെയൊക്കെ കുറേ ഉണ്ട്. നമ്മൾ അത് ഇപ്പം പോകെ വീട്ടുകാർക്കും അറിയാം. ഞാൻ അതിനകത്ത് പോയി തലയിട്ട് കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും എന്നെ കിട്ടത്തില്ല. അന്ന് ഞാനാണേലും ഇപ്പം എന്തെങ്കിലും അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിലോട്ടേ പോകത്തില്ല. പോയാൽ നമുക്ക് തിരിച്ച് ആ സമയത്ത് എത്താൻ ഒക്കത്തില്ല. വെറുതെ കുടുംബകലം ഉണ്ടാക്കുന്നത്. അവർ പഠിച്ചു. ഇയാൾ എൻഫീൽഡിനെ വിട്ടിട്ട് എൻ്റെ കൂടെ വരില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ഇതിലേക്ക് മാറി. അതുകൊണ്ട് നമ്മളതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മളുടെ എല്ലാവരുടെ ലൈഫിലും ഈ എൻഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോളേജിലൊരു പ്രണയകഥ പോലെ, ടീനേജിലെ ആവാം കോളേജിലെ ആവാം, ഈ ബുള്ളറ്റുമായിട്ടൊരു പ്രണയകഥ ഉണ്ടാവും. ഈ ബുള്ളറ്റും ഒരപ്പനുമായിട്ടുള്ള കഥ, ഈ അപ്പൻ്റെ പ്രണയം കണ്ടിട്ട് മകൻ പ്രണയിച്ച കഥ, ഇതിങ്ങനെ നിൽക്കുകയാണല്ലോ. അങ്ങനെ ഓർമ്മകളിൽ തങ്ങുന്ന ഒരു പ്രണയകഥ പറയാമോ? സോറി, അത് ഞങ്ങൾ ലഡാക്കിൽ പോകുന്ന സമയത്ത് ശരിക്കും ഞാൻ ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയിപ്പോയി. എന്ന് വെച്ചാൽ അവിടെ ഓക്സിജൻ്റെ കുറവും ഒക്കെ കാരണം നമുക്കിത് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പക്ഷേ എനിക്കറിയാം ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. ഓരോ കിലോമീറ്ററും പാസ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ പറയുമ്പോൾ ഒരു 60-70 കിലോമീറ്ററേ ഉള്ളൂ ഡിസ്റ്റൻസ്. പക്ഷേ നമുക്ക് ഈ ഓക്സിജൻ്റെ ഇതില്ലാത്തുള്ളതുകൊണ്ട് നമുക്ക് യാത്ര വരുമ്പോൾ ഭയങ്കര ടഫാണ്. നമ്മൾ ഓരോ ദിവസവും ഭക്ഷണം വേണ്ട കഴിക്കത്തില്ല. ഭയങ്കര വൊമിറ്റിംഗ് ടെൻഡൻസിയാണ്. തലവെട്ടൽ ഭയങ്കരമായിട്ട്. അപ്പോൾ ഒരു ഭക്ഷണം വെള്ളം പോലും കുടിക്കാനൊക്കുന്നില്ല. പോകുന്ന വഴിക്ക് റോഡിൽ വീഴും. കൂട്ടുകാരെല്ലാം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വർത്താനം പോലും പറയാൻ പറ്റില്ല. വർത്താനം പോലും പറഞ്ഞാലും നമ്മൾ കഥയ്ക്കും പെട്ടെന്ന്. അങ്ങനെ ഒരു ഓക്സിജൻ ഇല്ലാത്തുള്ളതുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് 60 കിലോമീറ്റർ ഏതാണ്ട് കവർ ചെയ്താൽ മതി. സെർച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. വളരെ ഒട്ടും ഓക്സിജൻ ഇല്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ മിലിറ്ററിയുടെ ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ മാസ്ക് വെച്ചിട്ട് കുറച്ച് നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ തരും. അതൊക്കെ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് റിക്കവറി ആകാൻ പാടാണ്. അപ്പോൾ ഞാനീ പോകുന്ന വഴിക്ക് വളരെ ഡൗണായി, ഓരോ നിമിഷവും ചെല്ലുന്നതോറും ഡൗണായി പോവുക. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇതൊന്ന് കവർ ചെയ്ത് കിട്ടിയാൽ ഒരു റിക്കവറി ആകുമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ഒരു വണ്ടിയുടെ ആയിരിക്കും, എനിക്കുള്ള വിശ്വാസം കൊണ്ടായിരിക്കും, കംപ്ലീറ്റ് അത് കവർ ചെയ്യുന്ന ഏറ്റവും എൻഡ് വരെ ആയപ്പോഴാണ് ഞാനൊന്ന് വീഴുന്നത്. അതിൽ പിന്നെ നമുക്ക് ഇതിനോട് ഒരു പ്രണയമല്ലേ, നമ്മളെ അന്ന് ആ ജീവൻ രക്ഷിച്ചെന്നും നമുക്ക് ഓർക്കാനായിട്ട് അതൊരു വലിയ ഇതാണ്. അതാണ് അതിൻ്റെ ആ ഒരു സത്യം. നമ്മളത് മനസ്സിലാക്കിയിരിക്കും. നമ്മൾ ആ എൻ്റെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇതിനോട് സംസാരിക്കും. തീർച്ചയായിട്ടും എൻ്റെ ആയപ്പോഴാണ് നമ്മൾ താഴെ പോകുന്നത്. അത്രയും ഡൗൺ ആയത്. എന്നെ അങ്ങ് അപ്പുറത്ത് എത്തിക്കണം നീ. അത്രേ ഉള്ളൂ. അതൊരു വിശ്വാസമാണ്, ഈ ഒരു വണ്ടിയോടുള്ള ഒരു വിശ്വാസം. അങ്ങനെ ഒരുപാട് വണ്ടി കേരളത്തിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജീവിതത്തിൽ ഇതുവരെ വണ്ടി ഉപയോഗിച്ചില്ല. ഞങ്ങളിങ്ങനെ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു നെയ്ബറും കൂട്ടത്തിൽ കൂടി ആളിതുവരെ ബുള്ളറ്റ് ഉപയോഗിച്ചില്ല. പക്ഷേ സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഓടിക്കാൻ മേലാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു വണ്ടി എക്സസ്സായി, ഓടിക്കാൻ ആളില്ല. വേറെ ജീപ്പിലേക്ക് കയറിയപ്പം
ആ പുള്ളി ആദ്യമായിട്ട് ആ ബുള്ളറ്റ് ഓടിച്ച് ഞങ്ങളുടെ ഒപ്പം വന്ന് ഏതാണ്ട് ഒരു 200 കിലോമീറ്ററോളം. അതൊക്കെ ഒരു വലിയ സംഭവമാണ്. എന്ന് വെച്ചാൽ ഒന്നും പുള്ളിക്ക് ബേസ്മെൻ്റ് ഒന്നും ബേസിക്കലി ഒന്നും വണ്ടിയെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടില്ല. പുള്ളി ആ പുള്ളിയുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ എന്ന ആ എക്സ്പീരിയൻസും വെച്ചിട്ട് പുള്ളി അത് ഓടിച്ച് 200 കിലോമീറ്ററോളം കവർ ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ വന്ന്. ഇതൊക്കെ ഭയങ്കര ഒരു പിന്നെ അതിശയമാണ്, അതിശയമാണ്. വിസ്മയമാണ് ആ, എൻഫീൽഡ്. തീർച്ചയായിട്ടും. അംബാസിഡറും അതേപോലെ തിരിച്ചു വരേണ്ട ഒരു വണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ, അതെ. റോയൽ അംബാസിഡർ. അതെ അല്ലേ? ഇതൊക്കെ ആൾക്കാരുടെ ഒരു വികാരമാണ്. നമുക്ക് അതിനെ മാറ്റി നിർത്താനൊക്കത്തില്ല. പ്രണയമാണ്. ഇന്നും അങ്ങനെയാണ്. ഇറ്റ്സ് ആൻ എവർഗ്രീൻ ലവ് സ്റ്റോറി ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇന്നത്തെ ചെറുപ്പക്കാർക്കും വരുന്ന തലമുറകൾക്കും ചേർത്ത് പിടിക്കാൻ ബുള്ളറ്റും അതിനെ പ്രണയിക്കുന്ന താങ്കൾ പോലത്തെ മെക്കാനിക്സും ഇനിയും ഉണ്ടാവട്ടെ. ഉള്ളവർ ഇതുപോലെ താങ്കളുടെ സംസാര രീതി പോലെ തന്നെ, കാരണം സംസാരിക്കുമ്പോഴും ആ ഡിക് 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 ആ ബുള്ളറ്റിൻ്റെ ഒരു റിതം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഇൻ കോൺവെർസേഷൻ വിത്ത് അസ്. താങ്ക് യു ഫോർ കമ്മിങ് ടു Shine with Nalan. It was very interesting and informative. Thank you. Bye-bye. Thank you. Some people see bikes as machines, but for many, bikes carry memories, friendships, long rides, love stories, struggles, freedom. Maybe that is why some engines never grow old emotionally, because they become part of our life story. This was not just a conversation about bikes. It was about emotion, identity, and the roads that shapes us. This is Shine with Nalan, and thank you so much. Bye until next time.